ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ദേവൽശ്ശേരി എന്ന് പറഞ്ഞ വില്ലേജിലാണ് കേട്ടോ. എൻ്റെ ഇൻട്രോ കയറും ചെറിയ ഇൻട്രോ കേട്ടോ. നമ്മൾ ജസ്റ്റ് ഹായ് എല്ലാവർക്കും നമസ്കാരം, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെയൊക്കെ ഉള്ളു. അതെ, നമ്മുടെ സൈക്കിളിൽ എവിടെ ഉണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞാനേ ഇന്നലെ കിടന്ന സ്ഥലം കാണിച്ചു തരാം. എൻ്റെ സൈക്കിൾ ഞാനിവിടെ പാർക്ക് ചെയ്തിട്ട് ഞാൻ സ്ഥലത്തായിട്ട് ടെൻറ്റ് അടിച്ചാൽ. അപ്പോൾ ഇതൊരു ഹോം സ്റ്റേ ആണ്, പിന്നെ അതേപോലെ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇവർ അടച്ചിട്ടേക്കാണ് ഇപ്പോൾ. അതായത് 7 മണിക്കാണ് തുറക്കുന്നതാണ് പറഞ്ഞത്, പക്ഷേ തുറന്നിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ എൻ്റെ പവർ ബാങ്കിൻ്റെ ഉള്ളിലാണ്ടിരിക്കണം. ചാർജ് ഞാൻ ഇന്ന് രാത്രി കുത്തിയിട്ട് ഞാൻ പറഞ്ഞില്ലേ ചാർജില്ല. ഫോണിൽ പിന്നെ ഒരു 7% ചാർജ് ഉള്ളൂ ഫോണിൽ. ഇതിലാണെങ്കിൽ ഇതിന് ഇനി ഉണ്ട് 20% ഒന്നും ഉണ്ടെന്ന് തോന്നുന്നു. അത് പെട്ടെന്ന് തീരും, ചടയം തീരും. ഞാൻ അപ്പോഴത്തേക്ക് ഞാൻ ടെൻ്റ് അടിച്ച സ്ഥലം കാണിച്ചിട്ടാ. വ്യൂ നോക്കിയേ, ഇതിൽ അടിപൊളി വ്യൂ വേണ്ട, നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല അടിപൊളി തണുപ്പാണ്. അവിടെ വേറൊരു ടെൻറ്റും കൂടെ ഉണ്ട് കേട്ടോ. കാരണം അത് ഇന്നലെ വേറെ കുറച്ച് പേര് ഇവിടെ നിന്ന് റെൻ്റ് എടുത്ത് ടെൻറ്റ് അങ്ങനെ അടിച്ചാണ്ട. അപ്പോൾ അവരെനിക്കൊന്ന് വെളുപ്പിന് പോയിന്ന് തോന്നുന്നത്, നേരം വെളുത്ത ടൈമിൽ തന്നെ പോയിന്ന് തോന്നുന്നുണ്ടാ. അപ്പോൾ അവർ ശരിക്കും 1 ഡേ ആക്കിയതാണ്. പിന്നെ അവർ 2 ഡേ ആക്കിയാണ്ട ട്രിപ്പ്. അതായത് ഒരു ദിവസം സ്റ്റേ ഇട്ടിട്ട് രാവിലെ ഇറങ്ങി. അതിൽ ഇതാണ്ടാ, അതാണ് നമ്മൾ ടെൻറ്റ് എൻ്റെ നലൻ്റെ. അതായത് ഇതാണ്ടാ, അടിപൊളിയാണ്. ഇവരുടെ ടെൻറ്റാണിത്. വ്യൂ വേണ്ട, അടിപൊളിയാണ്. ഇവർ 3 പേരെന്തോ ഉണ്ടാകുന്നു, പക്ഷെ അവർ പോയി തോന്നണ്ട. നല്ല വ്യൂ അടിപൊളിയാണ്. പിന്നെ ഇന്നലെ രാത്രി ഇവിടെ ഇതടിച്ചിട്ടുണ്ടായിരുന്നു, ക്യാമ്പ് ഫയർ കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഏതോ വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ കരടി ഇഷ്ടംമാതിരി ഉണ്ടെന്നാണ് കേട്ടത്. അല്ല, എന്നോട് ഇവിടുത്തെ ആൾക്കാരുണ്ട് പറഞ്ഞു, നമ്മൾ ഇതുവരെ കരടീനൊന്നും കണ്ടിട്ടില്ല, പക്ഷേ ഇവർ കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കാം അവർ പറഞ്ഞത്. എന്തായാലും നമുക്ക് രാവിലെ ചായ ഉണ്ടാക്കാം. അതൊരു മാഗി ഇരിപ്പുണ്ട്, മാഗി ഉണ്ടാക്കി കഴിച്ചിട്ടേ ഇവിടെ നിന്ന് ഇറങ്ങാട്ടാ. പുള്ളി ആ കട വന്ന് പറഞ്ഞാണ് ഈ ഫോണൊന്നും ചാർജ് ചെയ്യാറുണ്ട്. എന്നിട്ട് അടിപൊളിയാണ്ടാ സെറ്റ്. നമ്മളെ അങ്ങനെ മാഗി ഉണ്ടാക്കിയടാ, കേട്ടില്ലേ? മാഗി ഉണ്ടാക്കി കഴിച്ചിട്ടിരിക്കണേ അവിടെ അമ്മടെ ഇതുണ്ടോ, ഒരു ചായ ഉണ്ടാക്കണം. മാഗി ഉണ്ടാക്കിയിട്ട് ചായ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ആ ഒരു ഇത് കിട്ടൂലല്ലോ. അപ്പോൾ അതാണ്, ചായ ഉണ്ടാക്കണം എന്നിട്ട് കുടിക്കാണ്ട. അല്ലെങ്കിൽ ചായ ചൂടാറിപ്പോവും, അതാണ്. ബാഗ് പിന്നെ എങ്ങനെ നിന്നോളും, പക്ഷേ ചായ ചൂടാറിപ്പോവും. തണുപ്പുണ്ട് കേട്ടോ അത്യാവശ്യം. സൂര്യൻ ചേട്ടനെ കാണാനില്ലല്ലോ, എവിടെയെങ്കിലും ഉദിച്ചിട്ടുണ്ട്, അവിടെ എവിടെയെങ്കിലും ഉദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത്. എന്നാലേ ഇത് കഴിച്ചിട്ടൊക്കെ ഇവിടെ ടെൻ്റൊക്കെ പാക്ക് ചെയ്തിട്ട് ഇറങ്ങാം, എന്നിട്ട് പോയി കാഴ്ചകളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ, ടെൻ്റ് എല്ലാം അടക്കി സാധനങ്ങളൊക്കെ എടുത്ത് സൈക്കിൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടാ. നമ്മുടെ സൂര്യൻ ചേട്ടൻ വന്നിട്ടുണ്ട്. സൂര്യൻ ചേട്ടൻ അവിടെ ഇത്ര നേരം പൊളിച്ചിരിക്കുകയാണ് മലയാളം പുറകിൽ കള്ളൻ കണ്ടില്ലേ. നമ്മൾ ഇന്നലെ കയറിയ റൂട്ടാണ്ടാ കാണാം. അവിടെ കൃഷി ഉണ്ട് കേട്ടോ പുറകിൽ. പിന്നെ അതുപോലെ നമ്മൾ ചായ കുടിച്ച് പിന്നെ മാഗിയൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ട്. അതെ, റോഡ് ഭയങ്കര ശോകമുണ്ട്, മോശം റോഡാണ്. ഇറക്കുവാണെങ്കിലേ ഇവിടെ നിന്ന് അങ്ങാട് കുറച്ച് ഇറക്കമാണ്, ബാക്കി നമ്മളിനി കുറേ കയറാനുണ്ട് കേട്ടോ, അതാണ്. പിന്നെ വേറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. എന്നാലേ നമുക്ക് പയ്യെ മുന്നോട്ട് പോവാം. നമ്മളെ ഇപ്പോൾ ദേവൽശ്ശേരിയിൽ നിന്ന് ഇറങ്ങി നേരെ ധനോട്ടി പോകണ കേട്ടോ. അപ്പോൾ ബ്രോനെ കണ്ട. ഹായ് ബ്രോ, आपका नाम? शुभम तिवारी। आप किधर का है? मैं देहरादून सिटी से ही हूँ, यहाँ पे जॉब करता हूँ। अच्छा, ये 4 साल हो गए मेरे को यहाँ, 4 years इधर। अच्छा, ओके। अब നമ്മൾ ഇന്നലെ ഓൾറെഡി പുള്ളിനെ യെസ്റ്റർഡേ മീറ്റ് ദേവൽശ്ശേരി ഞങ്ങൾ ദേവൽശ്ശേരിയുടെ അവിടെ വെച്ച് മീറ്റ് ചെയ്തേട്ടാ. പക്ഷേ നമുക്ക് അധികം സംസാരിക്കാൻ പറ്റില്ല, ഇവരുടെ തിരക്കും കാര്യങ്ങളൊക്കെ ഇടിക്കണേന്ന് കേട്ടാ. അപ്പോൾ ഞാൻ ഇവിടെ വന്നൊഴിക്കാണ് പുള്ളി എന്നെ ഇൻവൈറ്റ് ചെയ്തത്, ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ എന്തായാലും ഓൾറെഡി രാവിലെ ചെറുതായിട്ട് കഴിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിച്ചതാണ്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ് ഇപ്പോൾ കഴിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചേട്ടാ. അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് വരാമെന്ന് വെച്ചാൽ രീതിയിൽ എന്തെങ്കിലും സ്നാക്സ് വരെ ഇവിടെ പുള്ളി ഉണ്ടേട്ടാ. അപ്പോൾ പുള്ളി എന്തോ ഒരു ചെറിയ ഗെയിം കളിച്ചിട്ടിങ്ങനെ. അപ്പോൾ അടിപൊളി വ്യൂ ആണ്, ഇവിടെ നോക്കുമ്പോഴും നല്ല അടിപൊളി കാഴ്ചയാണ്. ഇപ്പോൾ നമ്മുടെ സൈക്കിൾ ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഭക്ഷണം വന്നിട്ട് ആലു പൊറോട്ടയാണ്, പിന്നെ അത് ചട്നി ഉണ്ട്, നമ്മുടെ ചായ ഉണ്ട്, പിന്നെ അത് ഒരു കറിയാണ് കേട്ടോ. പിന്നെ ഇത് തൈരാണ്. അപ്പോൾ ആലു പൊറോട്ട അത്യാവശ്യം ഭയങ്കര വലുതാട്ട. പിന്നെ അതിൻ്റെ മുമ്പ് ബട്ടറുണ്ട്, അതില്ലേ അടിപൊളിയാണ്. എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങാട്ടാ. നമ്മളെ ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയേട്ടാ. പുള്ളിയാണ്ടാ നമുക്ക് ഭക്ഷണം മേടിച്ചെന്നാ. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര മതിപ്പാണ് നമ്മുടെ കേരളത്തിലെ ആൾക്കാരെ കുറിച്ചൊക്കെ. പുള്ളിയുടെ അച്ഛൻ പണ്ടെന്തോടാ
ഹോട്ടലെന്തോ ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതും ഭയങ്കര അഭിപ്രായം എന്നാണ് പറഞ്ഞത് അച്ഛനിക്കൊക്കെ. അപ്പോൾ അതെ നമ്മളൊരു കയറ്റം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതാണ് ഞാൻ കിടക്കണം. ഇവിടെയൊക്കെ വില്ലേജ് ഉണ്ട്, അത്യാവശ്യം കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആളുകളൊക്കെ നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ്. നമ്മൾ വിളിച്ച് വരുത്തി സംസാരിക്കുകയൊക്കെ ചെയ്യണ്ട കേട്ടോ. വലിയ കാര്യം തന്നെ കേട്ടോ. നമ്മളെ ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ വന്നെ കേട്ടോ. ഭയങ്കര കയറ്റമാണ്. നമ്മൾ ഈ ഒരു കയറ്റമാണ് നമ്മൾ ഇന്നലെ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ അതൊന്നും അറിയില്ല, നമ്മൾ സുഖമായിട്ട് ഇറങ്ങി. അപ്പോൾ ഭയങ്കര കുറച്ച് പണിയായിട്ട് ഇറങ്ങി കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിൽ നമ്മുടെ സൂര്യൻ ചേട്ടൻ അവിടെ ഉണ്ട്, ആള് മറഞ്ഞിരിക്കുന്നത് കേട്ടോ. തണുപ്പുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല തണുപ്പില്ല. രാവിലെയൊക്കെ ഭയങ്കര തണുപ്പുണ്ട്, രാത്രി നല്ല തണുപ്പുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് പയ്യെ മുന്നോട്ട് പോകാം. ഞാനിങ്ങനെ പയ്യെ ഇങ്ങനെ ഇതൊക്കെ ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കുന്നത് എന്തോ ബുദ്ധിമുട്ടല്ല. ഞാനേ പയ്യെ ഇങ്ങനെ ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കണേ കേട്ടോ. അടിപൊളിയാണ് കാണാൻ. ഇതൊക്കെ ഫുള്ള് ദേവദാരു മരങ്ങളാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഇവിടെ ദേവൽസരി എന്ന് പേര് വരാൻ കാരണം അതെനിക്ക് തോന്നുന്നത് അതായിരിക്കുള്ളൂ. അതായത് ഇവിടെ ഫുള്ള് ദേവദാരു മരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കണ ഒരു വില്ലേജാണ് കേട്ടോ. പിന്നെ അതേപോലെ ഒരുപാട് കൃഷികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഇവിടെ ടൂറിസം വളരെ കുറവാണ് ഈ ഒരു ഏരിയയിൽ. ബാക്കിയുള്ള ഏരിയകളിലൊക്കെ അത്യാവശ്യം ടൂറിസം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ വന്ന മസൂരിയിലാണെങ്കിൽ മസൂരിയിൽ കംപ്ലീറ്റ് ടൂറിസം കേട്ടോ. അവിടെ എവിടെ നോക്കിയാലും റെസ്റ്റോറൻറ്റുകളും പിന്നെ അതുപോലെ തന്നെ ഹോട്ടലുകൾ, പിന്നെ അത്യാവശ്യം കുറേ സ്പോട്ടുകളുണ്ട് കേട്ടോ അവിടെ തന്നെ. പിന്നെ മാൾ റോഡ് അവിടെയൊക്കെ ഒരുപാടുണ്ട്, ആളുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. പിന്നെ അതേപോലെ നല്ല റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പാർക്കിങ്ങിന് വരെ ഭയങ്കര ചാർജാണ് ഇവിടെ. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ ഏകദേശം 8 കിലോമീറ്റർ കൊണ്ട് തന്നെ കേട്ടോ. നമ്മൾ ഇന്നലെ വന്ന വഴിക്ക് വീഡിയോ എടുത്തുകൊണ്ടാണ് നമ്മളിന്ന് വീഡിയോ എടുക്കാനാ. കണ്ടില്ലേ, ഇതാട്ടെ ഈ സെയിം റൂട്ട് തന്നെയാണ് നമ്മൾ തിരിച്ച് കയറണം. അതിൻ്റെ ഇവിടെയൊക്കെ ടാർ ചെയ്യണ്ട കേട്ടോ. ഈ ഒരു സൈഡ് മാത്രമേ ടാർ ചെയ്യണം. എനിക്കൊന്നും ഇവിടെ എന്തെങ്കിലുമൊക്കെ പണി കിടന്നിട്ട് ഇതായതായിരിക്കും, അല്ലെങ്കിൽ ഇടിഞ്ഞ് വീണതുകൊണ്ട് റോഡ് നശിച്ചുകൊണ്ടായിരിക്കാം അവിടെ ടാറിങ് ചെയ്യാണ്ട്. ചൂടുണ്ട് അത് അത്യാവശ്യം. പിന്നെ അതേപോലെ ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും കുറച്ചുകൂടെ അങ്ങ് പോയിട്ട് എന്തെങ്കിലും കഴിക്കണം, ഭയങ്കര വിശപ്പുണ്ട്. നമ്മളെ ഇപ്പോൾ ഏകദേശം അവിടെ എത്താറായിട്ടാ. അതായത് ധനോൾട്ടി അല്ല, നമ്മൾ വന്ന് കട്ട് ചെയ്തല്ല, അതായത് മസൂരിയിൽ നിന്ന് നമ്മൾ വന്ന വഴിക്ക് കട്ട് ചെയ്തൊരു സ്പോട്ടുണ്ട്, അവിടെ എത്താറായിട്ടാ. അവിടെ നിന്ന് വേണം ഏകദേശം 15-13 കിലോമീറ്റർ ഉണ്ട്. ഇതില്ലേ ഇതാണ് കേട്ടോ നമ്മൾ കയറി വന്ന റൂട്ടാണ്ട് ഈ കാണാം. എൻ്റെ പൊന്നു ആ ബസ് പോകണം കണ്ടില്ലേ. കാരണം ഇപ്പോൾ വന്ന റൂട്ട് എന്തോ ആണെന്ന് തോന്നണം. ആ ബസ്സൊക്കെ പോകണം. ഒരു ബസ് പോകണ്ടാറ് കുറച്ച് മുമ്പ്. ഇനി ആ ബസ്സാണോ അതൊന്നും ഒരു ഐഡിയ ഇല്ല. നല്ല കോട വന്നിട്ടുണ്ട് കണ്ടില്ലേ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ കോട വന്നിട്ടുണ്ട്. പിന്നെ തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ബോഡി ചൂടായിരിക്കണോണ്ടാണെന്ന് തോന്നുന്നു. നമുക്ക് വലിയ തണുപ്പ് അറിയാമല്ലോ. പക്ഷേ ജാക്കറ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ. കുറച്ചുകൂടെ ഒക്കെ പോയിട്ടെ നമുക്ക് അവിടെ എത്തിയിട്ട് എന്തെങ്കിലും കഴിക്കാം കേട്ടോ. ഇപ്പോൾ തന്നെ ഏകദേശം 4 മണിയാറായി. വനവയ്ക്ക് ചെറിയ സ്നാക്സ് കാര്യങ്ങൾ കഴിച്ചാൽ കേട്ടോ. അപ്പം ഞാൻ അതേ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. തക്കാളി മേടിച്ചിട്ടുണ്ട്, പിന്നെ അതേപോലെ തന്നെ റൈസൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഈ ഫ്രണ്ടിൽ തൂക്കിയിട്ട് കാണാം. കാരണം പിന്നെ ഒരു സവാള മേടിച്ചിട്ടുണ്ട്. എന്തിനൊക്കെ രാത്രി എന്തിനൊക്കെ കഴിക്കാണ്ടാക്കാലാന്ന് വെച്ച്. നല്ല നടപടിയാവൂല, നല്ല റേറ്റ് ഉണ്ടല്ലോ അടുത്ത് ഭക്ഷണത്തിന്. ഇവിടുന്ന് എന്തെങ്കിലും നോക്കണം, കഴിക്കണം അങ്ങനെ വെച്ചിരിക്കുന്നത്. എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. മാക്സിമം ഇന്ന് ധനോൾട്ടി എത്താൻ നോക്കണം. കുറച്ച് കിലോമീറ്റർ ഉള്ളൂ. കയറ്റമാണോ അല്ലെങ്കിൽ ഇറക്കണോ എന്നൊരു ഐഡിയ ഇല്ല. ആരെങ്കിലൊക്കെ ചോദിച്ചു നോക്കാം. എന്നിട്ട് നമുക്ക് പയ്യെ പോവാട്ടാ. ഇല്ലേ അങ്ങനെ നമ്മൾ ഏകദേശം അവിടെ എത്താറായിട്ടാ. സൂര്യൻ അവിടെ ഉണ്ട് കേട്ടോ. പക്ഷേ ഭയങ്കര കോടയാണ്. അത് കാരണം സൂര്യൻ ചേട്ടാ കാണൽ കുറച്ച് ചെറിയ കണ്ടാൽ എന്നാലും കാണാൻ പറ്റും കേട്ടോ. ഇവിടെ മറ്റേ ഇതുണ്ട്, എന്താണ് സിപ്പ് ലൈനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മൊബൈലിന് നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കൊള്ളാം. പിന്നെ എനിക്ക് തോന്നണേ ഈ ഒരു അടിയിൽ കൂടെ ഒരു വഴി പോകുന്നുണ്ട്. അതായത് വണ്ടിയൊന്നുമില്ലല്ലോ കണ്ടില്ലേ. ഈ ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മസൂരി എന്ന് വന്ന റൂട്ടാണ് കേട്ടോ. കണ്ടില്ലേ ഈ ഒരു റൂട്ട് വണ്ടി പോണ മസൂരി പോണ റൂട്ടാണ് കേട്ടോ. നമ്മൾ ആ വഴിയാണ് നമ്മൾ വന്നത് കേട്ടോ ഇങ്ങാടേക്ക്. അപ്പം ഇനി ഇവിടെ നമുക്ക് സ്ട്രെയിറ്റ് വേണം പോവാൻ. ആളുകൾ അധികം കണ്ടില്ല, കാരണം സമ്മർ ടൈമിലാണ് ആളുകൾ കൂടുതൽ വന്നത്. ഇവിടെ പല ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതേപോലെ പല ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട് കേട്ടോ ഇവിടെ. മസൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ടൂറിസ്റ്റ് സ്പോട്ടാണ്. അവിടെ ഇഷ്ടംമാതിരി ആളുകൾ തന്നെ അതിന് വേണ്ടിയാണ് കേട്ടോ. ഈ ഒരു റൂട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞ മസൂരിയിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെയൊക്കെ ചോദിച്ചിട്ടാണ് ഇങ്ങോട്ട് കയറിയത്. അപ്പം എന്തായാലേ കുറേ വണ്ടി വന്നിട്ടല്ലേ.
നമ്മളെ ഇവിടെ നിന്ന് എവിടെയെങ്കിലും ഫുഡ് കഴിക്കണം കേട്ടോ, കാരണം നല്ല വിശപ്പുണ്ട്, കഴിച്ചിട്ട് വേണം പോകാൻ. കാരണം ഇപ്പം ഉണ്ടാക്കുന്ന നടപടി ആവില്ല, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മളെ. അപ്പോൾ ഇവിടെ കുറേ കടകളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കടകളിലേക്ക് കയറാൻ വേണ്ടി വന്നു. അപ്പോൾ നമ്മുടെ സൈക്കിൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വന്നത്, ഡെറാഡൂൺ മസൂരിയിലേക്ക് ഏകദേശം 10 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ റൂട്ട് വേണം നമുക്ക് ധനോൾട്ടി പോകാൻ കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക, എന്നിട്ട് നമുക്ക് പോകാട്ട് പറഞ്ഞത്. നമ്മൾ വന്ന വഴിക്ക് ഇവിടെ കടയിൽ കയറിയല്ല. അപ്പോൾ ഇവിടെ എല്ലാ കടകളിലും അത്യാവശ്യം നല്ല തിരക്ക് കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ വന്ന വഴിക്ക് ഇവിടെ ടോയ്ലറ്റ് ഉള്ള ഒരു കടയുണ്ട്, അവിടെ കയറി ബാത്റൂമൊക്കെ യൂസ് ചെയ്ത് ഇറങ്ങി. അവിടെ ഓർഡർ ചെയ്തിട്ട് കുറേ നേരമായി. പക്ഷെ അവിടെ ഭയങ്കര റേറ്റാണ് കേട്ടോ. അവിടെയും ഭയങ്കര റേറ്റാണ്, ഇവിടെയും റേറ്റ് ഭയങ്കര റേറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മോമോസ് ഓർഡർ ചെയ്തിട്ടാ. ഇവിടെ വേറൊരു കടയിൽ വന്ന് എന്നിട്ട് മോമോസ് ഓർഡർ ചെയ്തിട്ടാ. വേറൊന്നുമില്ല, വേറെയൊക്കെയുള്ളത് നല്ല റേറ്റ് ഉണ്ട്, കഴിച്ചാലും നമുക്കത് തൃപ്തിയാവില്ല. ഇതിപ്പോൾ 80 രൂപ ഉള്ളൂ, ബാക്കി എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. കാരണം ഇതൊരു ടൂറിസ്റ്റ് ഏരിയയും കൂടെ ആയതുകൊണ്ട് അതാണ് ഇത്രയും റേറ്റ് വരാൻ കാരണം. ഞാനിപ്പോൾ ഫുഡ് ഉണ്ടാക്കാം, അല്ലാന്ന് വെച്ചപ്പോഴാണെങ്കിലും ടൈം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ തന്നെ രാത്രി നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമല്ലാന്ന് വെച്ച് ഇനിയിപ്പോൾ നേരെ ധനോൾട്ടി പോകണം. ഇവിടുന്ന് ഏകദേശം 13 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സൈക്കിൾ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ആ ഒരു സൈഡിലാണ് വെച്ചേക്കണം അല്ലേ. ഇതൊക്കെ ഫുള്ള് കടകളാട്ടോ, ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇഷ്ടമാതിരി. കാരണം ഇതൊരു 3 കൂടി ഏരിയയാണ്. അതായത് ഇവിടെ നമുക്ക് മസൂരിയിൽ നിന്ന് വരാം, മസൂരിയിൽ നിന്ന് നമ്മൾ ധനോൾട്ടി പോകാം. പിന്നെ അതേപോലെ തന്നെ വേറൊരു, അതായത് നമ്മൾ പോയല്ല ദേവൽസരി പോയല്ല, അവിടെയും പോകാട്ടോ. അപ്പോൾ അങ്ങനെയാണ്. ഇതിനും മോമോസ് വന്നിട്ട് ഞാൻ കാണിച്ചു തരാട്ടെ എന്താണ് സംഭവം. എന്തായാലും ഇന്നെങ്ങനെയും എത്താണ് ധനോൾട്ടി വിചാരിച്ചിങ്ങനെ. അപ്പോൾ നമ്മൾ മോമോസ് വന്നിട്ടോ, പിന്നെ അതേ ചായ ഉണ്ട്. അപ്പോൾ ഇത് കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. എനിക്ക് ചുമ മാറിയിട്ടില്ല കേട്ടോ. എവിടെയെങ്കിലും കാണിക്കണമെന്ന്, ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിക്കണം. ഇവിടെ അടുത്ത് ഹോസ്പിറ്റലൊന്നുമില്ല, ധനോൾട്ടി എത്തിയിട്ട് വേണം നോക്കാൻ കേട്ടോ. എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. അത്യാവശ്യം ലേറ്റായി, എന്തായാലും നേരത്തെ എത്തണം. പിന്നെ കുഴപ്പമില്ലാത്ത റോഡെന്നാണ് ഇവർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും പോണ വഴി നോക്കാം. ഇനി ഇറക്കണമെന്നാണ് പുള്ളി പറഞ്ഞത്, ഈ ഒരു കടക്കാരൻ പറഞ്ഞത് ഇറക്കണമെന്നാണ് പറഞ്ഞത്. എന്തായാലും നോക്കാട്ടാ, അല്ലെങ്കിൽ എൻ്റെ നടപടി ആവില്ല. എന്തായാലും അവിടെ എത്തണം. അങ്ങനെ ധനോൾട്ടി 13 കിലോമീറ്റർ കേട്ടോ. കയറി വേണം പോകാൻ. അയാൾ പറ്റിച്ചെന്ന് തോന്നിട്ടാ. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയേട്ടാ. ഇതാണ് റൂട്ട് കേട്ടോ, ചെറിയ റൂട്ടാണ്, ചെറിയൊരു റോഡാണ് കേട്ടോ. പിന്നെ അപ്പുറം ഇപ്പുറമൊക്കെ ഭയങ്കര കോടയും കാര്യങ്ങളൊക്കെയാണ്. നല്ല തണുപ്പാണ് കേട്ടോ. അതേപോലെ തന്നെ ഇതിൽ വീണ്ടും കയറ്റം കേട്ടോ. ഇങ്ങനെ കയറി അങ്ങനെ അറ്റം വരെ പോകണം. ഇനിയൊരു 10 കിലോമീറ്റർ കേട്ടോ. പക്ഷേ 10 കിലോമീറ്റർ കയറ്റമാണ് എന്ന് തോന്നുന്നത്, അറിയില്ല. ഏകദേശം 5 മണി കഴിഞ്ഞിപ്പോൾ കുറച്ചും കൂടെ പോകുമ്പോൾ തന്നെ ഇരുട്ടാവും. നമുക്ക് മാക്സിമം എത്തണം. ധനോൾട്ടി പിടിക്കണമെന്ന് വിചാരിച്ചിരിക്കേണ്ടിന്ന്. എന്തായാലും റോഡുണ്ടല്ലേ, ഇങ്ങനത്തെ റോഡാണ് കേട്ടോ. വണ്ടികളൊക്കെ കുറവാണ്, വണ്ടികളൊക്കെ എന്നാലും അത്യാവശ്യം പോകുന്നുണ്ട് കേട്ടോ ഈ റൂട്ടിലൊക്കെ. നമ്മളെ ഇപ്പോൾ ഉള്ളത് ധനോൾട്ടിയിലാണ് കേട്ടോ. അപ്പോൾ വന്നൊഴുകി അതായത് ലേറ്റായി. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കുക ഒരാളെ സ്ഥലം ചോദിച്ചു. കാരണം ഇവിടെ രാത്രി മറ്റേ കരടി ഇറങ്ങുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ഞാൻ പുള്ളിയോട് കടയുടെ ഫ്രണ്ടിൽ അടിച്ചോട്ടെ എന്ന് വെച്ചാൽ, കടയിൽ അടിക്കണ്ട, അതിനൊക്കെ പണിയാവുമെന്ന് പറഞ്ഞ്. രാത്രി കരടി ഇറങ്ങും, നല്ല പണി കിട്ടുമെന്ന് പറഞ്ഞ്. അപ്പോൾ അവസാനം പുള്ളി എനിക്ക് റൂം വന്നിട്ടാ. ഞാൻ പറഞ്ഞു എനിക്ക് റൂമൊന്നും വേണ്ട, എനിക്ക് എവിടെയെങ്കിലും എവിടെയെങ്കിലും ഞാൻ ടെൻ്റ് അടിച്ചോളാന്ന് പറഞ്ഞു. ഈ റൂമിൻ്റെ ആ ബാക്ക് സൈഡിലാണ് കേട്ടോ. ഇവിടെ അങ്ങനെ കുഴപ്പമില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു കുഴപ്പമില്ല, നീ റൂം എടുത്തോ, ഇവിടെ റൂമിലാണ് കേട്ടോ. സാധനങ്ങളൊക്കെ വെക്കണ റൂമാണ്. സാധനങ്ങൾ വെക്കണമല്ല, ഇവരുടെ ഒരു ശരിക്കും റൂമാണ് കേട്ടോ. ഇവിടെ സാധനങ്ങൾ ഒന്ന് സെറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവർ യൂസ് ചെയ്യുന്ന റൂമാണ്. അപ്പോൾ അവർ നമുക്ക് വന്നിട്ട് അതിന് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ ആളെ പരിചയപ്പെടുത്തരാം കേട്ടോ. കാരണം പുള്ളിക്ക് നാളെ എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം കിട്ടുമെങ്കിൽ, ആർക്കെങ്കിലും എന്തെങ്കിലും ഇത് എന്തെങ്കിലും ഈ റൂട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, റൂം കാര്യങ്ങളൊക്കെ നോക്കിയെടുക്കണേ ഞാൻ പുള്ളിയുടെ നമ്പർ കൊടുത്തേക്കാം കേട്ടോ. കാരണം നമ്മുടെ ഒരു ഹെൽപ്പ്, കാരണം ആരെങ്കിലും ഏതെങ്കിലും കാലത്ത് നമ്മുടെ വീഡിയോ ഒന്ന് സെറ്റായി വൈറലായി കഴിഞ്ഞ് ആരെങ്കിലും ഈ വീഡിയോ കാണണമെങ്കിൽ അവർക്കൊരു ഉപകാരപ്പെടട്ടെ. ഇതേപോലെയുള്ള മനുഷ്യരുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, ആരെങ്കിലും റൂം, ഞാൻ പല സമയങ്ങളിലും എനിക്ക് റൂം കിട്ടിയിട്ടുണ്ട് ഇതേപോലെ ഫ്രീ ആയിട്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, കാരണം ആരെങ്കിലുമൊക്കെ നമുക്ക് ഇതേപോലെയൊക്കെ ഫ്രീ ആയിട്ട് റൂം ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ മനസ്സുകളൊന്ന് ആലോചിച്ച് നോക്കി, എന്തുമാത്രം ഒരു ഇതായിരിക്കും അവരുടെ മനസ്സ്. കാരണം അത്രയും നമ്മൾ ഒരു മനുഷ്യത്തുള്ള ആളായത് കൊണ്ടായിരിക്കും. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ അതിന് വലിയ സന്തോഷം. ഞാൻ ജസ്റ്റ് ഒന്ന് പുള്ളിനെ പരിചയപ്പെടുത്തരാം.
നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആളെ പരിചയപ്പെടുത്താറാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഹൈ ബ്രോ, വാട്ട്സ് യുവർ നെയിം? Ankit, you are from? I am from Dehradun. Okay. This location, what's your name? This Proper. is for Dhanolti. Okay. The city is Turturia. So like you are on the you know, this is the highest point of Dehradun. You can say this is higher than Mussoorie. Oh. It's about 2300 meters from sea level. Okay. So the next stop that you make it is Tihri. Okay. Tihri village then. Yeah. Okay. After this Tihri, 60 from here, and after that you will be, you know, entering the higher part of Himalayas. Oh. Harshil, Gangotri and all. Okay. Okay. ആക്ച്വലി നമ്മളെ പുള്ളിയാണ് നമ്മളവിടെ ഹെൽപ്പ് ചെയ്ത റൂംസ് കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്തന്ന്. ബ്രോ യുവർ ഹോം സ്റ്റേ കാ നെയിം? This is Forest View. ഫോറസ്റ്റ് വ്യൂ. ഓക്കെ. ഇതാണ് ആളുള്ള ഇതിൻ്റെ പേര് ഫോറസ്റ്റ് വ്യൂ. പിന്നെ അതേപോലെ ഫുഡും അതായത് റെസ്റ്റോറൻറ്റുണ്ട്, ഹോട്ടലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പുള്ളിയുടെ നമ്പർ ജസ്റ്റ് കൊടുത്തേക്കാം. ആരെങ്കിലും ഈ റൂട്ട് തന്നെയാണെങ്കിൽ പുള്ളീനെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം കേട്ടോ. കാരണം എന്തെങ്കിലും ഒരു കാലത്ത് നമ്മുടെ വീഡിയോ അത്യാവശ്യം റീച്ച് ആണെങ്കിൽ ആരെങ്കിലും കണ്ടു തന്നു കഴിഞ്ഞാൽ നമുക്കത് വലിയ സന്തോഷം. കാരണം നമ്മുടെ പേര് പറഞ്ഞ് വരുമ്പോൾ കിട്ടുന്നുള്ള സന്തോഷമില്ലേ, അത് വേറെ ഉണ്ടാ. ഇവരെ നമുക്ക് ഭക്ഷണമൊക്കെ തന്നിട്ടാ. ഫ്രൈഡ് റൈസാണ്. കാരണം ഞാൻ ഭക്ഷണം ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇവർ പറഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കണ്ട, ഭക്ഷണം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചത്. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ പുള്ളി. ഇപ്പോൾ ഇവിടുത്തെ കുറേ സ്റ്റോറികൾ, അതായത് ഒരുപാട് കഥകളൊക്കെ നമ്മളോട് പറഞ്ഞ് എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഈ ഒരു നാടിൻ്റെ. അപ്പോൾ അതൊക്കെ പറയണം. ഇവിടെ ഒരാളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ആൾക്ക് വേറെ ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞാൽ, അപ്പോൾ അത് കാരണം അല്ലെങ്കിൽ നമ്മൾ കൊടുത്തതിനെ കുറച്ച്. അപ്പോൾ ആളെന്നോട് പറഞ്ഞ് വേറെ ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്താ പറയുക, നമുക്ക് കഴിച്ചിട്ട് ഇവിടെ നിന്ന് കിടക്കാൻ പോകട്ടെ. അപ്പോൾ അടിയിലാണ് നമ്മുടെ മുറി. അപ്പോൾ എന്തായാലും വീണ്ടും അങ്ങോട്ട് പോകട്ടെ. അപ്പോൾ നമ്മുടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ റൂമിലെത്തിയേട്ടാ. തണുപ്പ് പറ്റുള്ള കേട്ടോ, ഭയങ്കര തണുപ്പാട്ടോ. അത് ഇന്ന് വിറക്കാനാണ്. അപ്പോൾ ആര് ഉറപ്പായിട്ട് പുറത്ത് ഏറ്റവും പൊന്നോ. സാധാരണ ഇന്നലെ നമ്മൾ അവിടെ ടെൻ്റ് അടിച്ചിട്ട് നമുക്കൊരു കുഴപ്പമുണ്ടാകുന്നില്ല കേട്ടോ. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഇവിടെ ടെൻ്റ് അടിച്ചായിരുന്നെങ്കിൽ എന്തായിരുന്ന അവസ്ഥയാണ്. പക്ഷെ നമ്മുടെ സ്ലീപ്പിംഗ് ബാഗ് ഇട്ട് പോയി ചേർന്ന് അതിൻ്റെ കുഴപ്പമുണ്ടാവില്ലെന്ന് തോന്നണം കേട്ടോ. കാരണം -80 ആയതുകൊണ്ട് നമ്മളെ ഇപ്പോൾ റൂമിൽ വന്ന് ബാത്റൂമിൽ പോകാമെന്ന് വെച്ച്. തണുപ്പുകൊണ്ട് ഒരു മടിയാണ്. ഞാൻ വീഡിയോയുടെ കയ്യൊക്കെ എടുത്ത് വിറക്കണ്ട കേട്ടോ. അപ്പം നമ്മൾ റൂമിൽ വന്നിട്ടാ ഇന്ന് ഭക്ഷണം ഉണ്ടാക്കേണ്ടി വന്നില്ല. കാരണം പുള്ളി നമുക്ക് തന്നുകൊണ്ട് ഭയങ്കര ഉപകാരം കേട്ടോ. അപ്പോൾ കാരണം ഞാൻ ആദ്യം വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണമായിരുന്നു. അല്ലാതെ ഇവിടെയുള്ള സ്ഥലങ്ങൾ, ഇവിടെയുള്ള ആളുകൾ, ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചോദിച്ചു. ടൂറിസ്റ്റ് സ്പോട്ടുകൾ, ഇവിടുത്തെ ബിസിനസ്സൊക്കെ എന്തൊക്കെയാണ്, അതായത് ശരിക്കും ഉത്തരാഖണ്ഡിൻ്റെ വരുമാനങ്ങൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ്. അതേപോലെ പല സ്ഥലങ്ങളിലും ഉത്തരാഖണ്ഡിൽ നിന്ന് പല ആളുകളും പല സ്ഥലത്ത് പോയി സെറ്റിലായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ എല്ലാം ഞാൻ ചോദിച്ചു. കാരണം നമ്മൾ ഒരു നാട്ടിൽ വന്നിട്ട് അവിടുത്തെ എന്തൊക്കെയാണ്, അവിടുത്തെ മെയിൻ സാധനങ്ങൾ എന്തൊക്കെയാണ്, കൃഷി എന്തൊക്കെയാണ്, അതായത് മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടുകൾ എന്തൊക്കെയാണ്, അവിടെ എന്തൊക്കെയാണ് ഉള്ളത്, ഇതൊക്കെ എല്ലാം നമ്മൾ അന്വേഷിക്കുമ്പോൾ അവർക്കും കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും, നമുക്ക് കുറേ അറിവുകളും കിട്ടാനുണ്ടാവും. കാരണം നമ്മുടെ യാത്രയിൽ നമുക്ക് കുറേ അറിവുകളും കൂടെ കൂടിയാണ് നമ്മൾ കൊണ്ടുവരാൻ നോക്കുന്നത്. അപ്പോൾ എനിക്ക് കിട്ടുന്ന അറിവുകൾ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടുന്ന അറിവുകളും നിങ്ങൾക്ക് കൂടെ കിട്ടുമ്പോൾ അതൊരു പ്രയോജനമാവും. അപ്പോൾ അതൊക്കെ അപ്പോൾ എന്തായാലും നമ്മൾ റൂമിൽ വന്ന് നമുക്ക് എന്തായാലും റെസ്റ്റ് എടുക്കാം കേട്ടോ. അതായത് അടുത്ത വീഡിയോ ഇട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ. ഭയങ്കര. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.